പിലാത്തറയിലെ കടുത്ത ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണാൻ കർശന നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ്. കണ്ണൂർ ഭാഗത്തു നിന്നും പയ്യന്നൂരിലേക്ക് പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ്, ടി ഉൾപ്പെടെയുള്ള എല്ലാ ബസ്സുകളും ഇനി മുതൽ പിലാത്തറ ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ച് മാത്രമേ സർവീസ് നടത്താവൂ എന്ന് മോട്ടോർ വാഹന വകുപ്പ് കർശന നിർദ്ദേശം നൽകി. ബുധനാഴ്ച രാവിലെ മുതൽ തന്നെ പിലാത്തറ സ്റ്റാൻഡ് പരിസരത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രത്യേക പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂർ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ ബസ്സുകളും പിലാത്തറ സ്റ്റാൻഡിനകത്ത് പ്രവേശിച്ച് മാത്രമേ യാത്രക്കാരെ കയറ്റാനും ഇറക്കാനും പാടുള്ളൂ. സർവീസ് റോഡിൽ ഒരു കാരണവശാലും ബസ്സുകൾ നിർത്തി ആളുകളെ കയറ്റുകയോ ഇറക്കുകയോ ചെയ്യാൻ അനുവദിക്കില്ല എന്നും നിയമം ലംഘിക്കുന്ന ബസ്സുടമകളിൽ നിന്നും ജീവനക്കാരിൽ നിന്നും 7,500 രൂപ വരെ പിഴ ഈടാക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു. സർവീസ് റോഡിൽ നിയമം ലംഘിച്ച് നിർത്തുന്ന ബസ്സുകളുടെ ചിത്രങ്ങൾ ഡ്യൂട്ടിയിലുള്ള ഹോംഗാർഡുമാർ ശേഖരിച്ച് പ്രതിദിനം MVDക്ക് കൈമാറും. ഇതിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാർ സർവീസ് റോഡിൽ ബസ് കാത്തു നിൽക്കരുത്. യാത്രക്കാർ നിർബന്ധമായും ബസ് സ്റ്റാൻഡിനുള്ളിൽ നിന്ന് മാത്രമേ വാഹനങ്ങളിൽ കയറാവൂ. പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാർ സർവീസ് റോഡിൽ ബസ് കാത്തു നിൽക്കരുത്. പിലാത്തറ സർവീസ് റോഡിൽ അശാസ്ത്രീയമായി ബസ്സുകൾ നിർത്തുന്നത് വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഈ പ്രതിസന്ധി ഒഴിവാക്കാനാണ് പുതിയ ക്രമീകരണം. പൊതുജനങ്ങളും ബസ് ജീവനക്കാരും ഈ തീരുമാനത്തോട് പൂർണ്ണമായി സഹകരിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.